നമസ്കാരം. ഒരു സ്ത്രീ വിചാരിച്ചാൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു പുരുഷന് ജീവിതം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി, അയാളുടെ മാനം നഷ്ടപ്പെട്ടു പോകും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനോട് തോന്നിയ ഒരു പെൺകുട്ടിക്ക് തോന്നിയൊരു ദേഷ്യം. ആ അധ്യാപകൻ ആ പെൺകുട്ടിയെ മോശമായി ഉപയോഗിച്ചു, അല്ലെങ്കിൽ മോശമായ രീതിയിൽ ആ കുട്ടിയോട് പെരുമാറി എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യുകയും അത് പോലീസ് കേസാകുകയും അദ്ദേഹത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ന്യൂസിലൊക്കെ ഭയങ്കര വലിയ വാർത്തയൊക്കെ ആയിരുന്നു. എന്നാൽ 1-2 വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി നടത്തിയത് വെറും ഒരു തെറ്റായ പരാമർശമാണെന്നും അധ്യാപകനോട് തോന്നിയ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്നും പറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകനെ വെറുതെയൊക്കെ വിട്ടു. പക്ഷെങ്കിൽ ഈ അധ്യാപകൻ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞ ന്യൂസ് പത്രത്തിൽ വളർന്നത് ചെറിയൊരു കോളത്തിലാണ്, അല്ലെങ്കിൽ ഫ്ലാഷ് ന്യൂസിൽ വളരെ ചെറുതായിട്ടൊരു മെൻഷൻ ചെയ്തതിന് വിട്ടതേ ഉള്ളൂ. ചർച്ചകളൊന്നുമില്ല. പെൺകുട്ടി എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ പെൺകുട്ടി അനുഭവിച്ച മാനസികാവസ്ഥയെ പറ്റിയുള്ള ചർച്ചയൊന്നും നേരത്തെ ചെയ്ത പോലൊന്നും ഈ അധ്യാപകൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായില്ല. നമ്മളൊന്ന് ഓർക്കണം, ഈ അധ്യാപകനൊരു കുടുംബമുണ്ട്. അധ്യാപകനും വീട്ടിൽ അപ്പനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്. അവരനുഭവിച്ച വിഷമങ്ങൾ, യാതനകൾ ഭയങ്കര വലുതാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, ഒരു പെൺകുട്ടി ഒരാളെ ചൂണ്ടി അയാൾ തെറ്റുകാരനാണ്, അയാൾ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും. അതിൻ്റെ സത്യാവസ്ഥയോ അല്ലെങ്കിൽ ഇനിയും ആ പെൺകുട്ടി തെറ്റുകാരി അല്ലെങ്കിൽ പോലും ആ പെൺകുട്ടി തെറ്റുകാരി ആ കുട്ടി അനുഭവിച്ച വേദനകളെപ്പറ്റി പറയാനേ ആൾക്കാർ കാണത്തുള്ളൂ. പുരുഷന്മാരെ പറ്റി ചെയ്തതിനോ അല്ല പുരുഷന്മാരെ പറ്റി സപ്പോർട്ട് ചെയ്യാനോ പലപ്പോഴും ആരുമില്ല. ഞാൻ പറഞ്ഞ വേറൊരു സംഭവിച്ചാൽ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പിതാവിൻ്റെ സഹോദരൻ ഒരു വീട്ടിലേക്ക് വരുന്നൊരു സാഹചര്യത്തെപ്പറ്റി ഒരു സംഭവം പറയാം. ആ വീട്ടിലൊരു കുട്ടിയുണ്ട്. അതിൽ 5 വയസ്സുള്ള 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഈ അപ്പൻ്റെ സഹോദരൻ കുറേ നാൾക്ക് ശേഷം വീട്ടിൽ വരികയാണ്. കാരണം ആദ്യമായിട്ട് ഈ കുഞ്ഞിനെ കാണുകയാണ്. അപ്പോൾ അവരമ്മ സംസാരിച്ച് പോകാൻ നേരത്ത് മോളെ അങ്കിളിനൊരു ഉമ്മ തന്നേന്ന് പറഞ്ഞപ്പം ആ കുഞ്ഞ് പറഞ്ഞൊരു പറഞ്ഞൊരു കാര്യം, എനിക്ക് അങ്കിളിനെ പരിചയമില്ലല്ലോ. ഓർത്തോണം, 5 വയസ്സുള്ളൊരു കുഞ്ഞിന് ആ ചിന്തയുണ്ട്. ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് അറിയാൻ പറ്റുന്നൊരു പ്രായം. ഇപ്പോൾ തന്നെ വേടൻ്റെ ന്യൂസ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ MBBS പഠിക്കുന്ന PG ചെയ്തൊരു പെൺകുട്ടി എന്ന് പറയുന്നു. ഇത്രയും പഠിത്തമുള്ള ആൾക്കാർക്ക് ആ വിവരമില്ലാതെ പോയി. നമുക്കൊരു സ്ഥലത്ത് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊരു ചിന്ത ഉണ്ടാകണം. കൊച്ചു പിള്ളേരൊന്നുമല്ല, പ്രായമുള്ളവരും പഠിത്തമുള്ളവരുമാണ്. ഓക്കെ, ഒരു സംഭവം സംഭവിച്ചു, അടുത്ത പ്രാവശ്യം റിപ്പീറ്റഡ് ആവുന്നെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റണം. കംപ്ലയിൻറ്റ് ചെയ്യാതെ 6 പ്രാവശ്യത്തോളം വേടൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പിന്നെ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? എന്താ? ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ട ഒരു ന്യൂസാണ്. 72-75 വയസ്സുള്ള സ്കൂളിൽ ജോലി ചെയ്യുന്ന, സെക്യൂരിറ്റി ഗാർഡ് ജോലി ചെയ്യുന്ന ഒരു പ്രായമുള്ളൊരു വ്യക്തിയെപ്പറ്റി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി കൊടുത്തൊരു കേസ്. ആ മോളെ ഉപദ്രവിച്ചു